ആദരണീയനായ തോട്ടുപുറം അച്ഛനെ ബലിപീഠത്തിൽ നിന്ന് പിടിച്ചുമാറ്റി മദ്ബഹയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട അത്യന്തം ഭീതിതമായ കാഴ്ച മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കണ്ടു കഴിഞ്ഞു. വിശ്വാസികൾക്ക് അതിയായ വേദനയും രോക്ഷവുമാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും അധികാരികൾ നടപടിയെടുക്കില്ലേ എന്നതാണ് വിശ്വാസികളുടെ സംശയം. സഭാ ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങിയ പത്രക്കുറിപ്പുകൾ അല്പം ആശ്വാസം നൽകുന്നു. ഭിന്നതയുടെയും കലഹത്തിന്റെയും പാതയിൽ നിന്ന് ഐക്യത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും അർത്ഥപൂർണമായ ആശയവിനിമയത്തിന്റെയും വഴി തിരഞ്ഞെടുക്കാൻ പിതാക്കന്മാർ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ആഹ്വാനം നല്ലതാണ്, പക്ഷേ അതിൻ്റെ സമയം കഴിഞ്ഞില്ലേ? സഭയെ നശിപ്പിക്കാൻ ഒരു കൂട്ടം വൈദികരും അവരുടെ അൽമായ പിണിയാളുകളും 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പിതാക്കന്മാർ ഇനിയും തിരിച്ചറിയുന്നില്ലേ? എങ്കിലും മീഡിയ കമ്മീഷൻ ഒരു സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഹീനമായ ഒറ്റപ്പെടുത്തലിലൂടെയും ഭയാനകമായ ഭീഷണിയിലൂടെയും ക്രൂരമായ ശാരീരിക ഉപദ്രവങ്ങളിലൂടെയുമാണ് അനേകം വൈദികരെ വിമതർ സ്വാധീനിക്കുന്നത്. അവ അവസാനിപ്പിച്ചാൽ ഭൂരിപക്ഷം വൈദികരും അനുസരിക്കാൻ തയ്യാറാകുമെന്നത് സത്യമാണ്. സത്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നടപടികൾ തുടങ്ങിയെന്ന് പറയുന്നു, പക്ഷേ എന്താണ് നടപടികൾ എന്ന് വ്യക്തമല്ല. നടപടികൾ അറിയാൻ ദൈവജനത്തിന് അവകാശമുണ്ട്. അവ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നതും പരമപ്രധാനമാണ്. സഭയുടെ ഔദ്യോഗിക തലത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു മെത്രാനോ ഇതുവരെ അതിനെ അപലപിച്ചുകൊണ്ട് ഒരു വാക്കുപോലും പറഞ്ഞതായി ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല. ഒരു മോഷ്ടാവ് പള്ളിയിൽ കയറി ബലിപീഠത്തോടും വിശുദ്ധ വസ്തുക്കളോടും അതിക്രമം കാണിച്ചാൽ പോലും പരിഹാര കൃത്യങ്ങൾ ചെയ്യുന്ന പാരമ്പര്യമുള്ള സമൂഹമാണ് നമ്മുടേത്. എന്നാൽ ഒരു വൈദിക വേഷധാരിയുടെ സാന്നിധ്യത്തിൽ വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്നവരാൽ തന്നെ ഇത്രയും ഗൗരവമായ ഒരു തിന്മ ബലിപീഠത്തിനും വിശുദ്ധ കൂദാശയ്ക്കുമെതിരെ ഉണ്ടായിട്ടും അതിനെയൊന്ന് അപലപിക്കാൻ പോലും സഭയിലെ ഒരു മെത്രാനും തോന്നിയില്ല എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എല്ലാവരും സൂക്ഷിച്ചുകൊള്ളുക. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.